ഹലോ ഗൈസ്, ആൻഡ്രൂ ന്യൂയി റെഡ് ബുള്ളിൽ നിന്ന് ലീവ് ചെയ്യുന്നുള്ള കാര്യം ഇപ്പം ഒഫീഷ്യലി അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് റെഡ് ബുൾ തന്നെ. 2006 റെഡ് ബുള്ള് F1 ജോയിൻ ചെയ്യുന്നത്. ആ വർഷം മുതൽ ആൻഡ്രൂ ന്യൂയി ആണ് റെഡ് ബുള്ളിൻ്റെ ചീഫ് ടെക്നിക്കൽ ഓഫീസർ. അതുപോലെ മെക്ലാരനിൽ നിന്നാണ് ആൻഡ്രൂ ന്യൂയി റെഡ് ബുള്ളിലേക്ക് വരുന്നത്. മെക്ലാരന് മുമ്പ് ആൻഡ്രൂ ന്യൂയി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വില്യംസിലാണ് 1991 മുതൽ 1996 വരെ. വൺ ഓഫ് ദ സക്സസ്ഫുൾ കാർ ഡിസൈനറാണ് ആൻഡ്രൂ ന്യൂയി F1 ഹിസ്റ്ററിയിൽ തന്നെ. സോ ആൻഡ്രൂ ന്യൂയി എന്തുകൊണ്ടാണ് റെഡ് ബുള്ളിൽ നിന്ന് ലീവ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒഫീഷ്യലി ഒരു അപ്ഡേറ്റ്സും കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പോൾ വരുന്ന പല റിപ്പോർട്ട്സിലും പറയുന്നത് ആൻഡ്രൂ ന്യൂയി റെഡ് ബുള്ളിൻ്റെ ഉള്ളിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസിലും അതുപോലെ തന്നെ ക്രിസ്റ്റ്യൻ ഹോർണറിനെതിരെ വന്ന കോൺട്രവേഴ്സി അതിനെ ക്രിസ്റ്റ്യൻ ഹോർണറും റെഡ് ബുള്ളും എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് ആൻഡ്രൂ ന്യൂയി ഒട്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. സോ ഇനിയുള്ള ഏറ്റവും വലിയ ചോദ്യമാണ് ആൻഡ്രൂ ന്യൂയി ഇനി എങ്ങോട്ടെന്നുള്ളത്. ഏറ്റവും കൂടുതൽ ചാൻസ് ആൻഡ്രൂ ന്യൂയി ഫെറാറിയിലേക്ക് പോകാനാണ്. ആൻഡ്രൂ ന്യൂയി തന്നെ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് ന്യൂയിക്ക് ഫെറാറിയുടെ കൂടെയും ഹാമിൽട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാനും വളരെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. സോ 2025 ഹാമിൽട്ടനും ഫെറാറിയിലേക്ക് വരുന്നതിലൂടെ ന്യൂയിക്ക് അങ്ങനെ ഒരു ചാൻസും കൂടെയാണ് ഫെറാറിയിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ റീസെൻ്റ്ലി വരുന്ന റൂമേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് ഫെറാറി ആൻഡ്രൂ ന്യൂയിൽ ഇൻട്രസ്റ്റഡ് ആണെന്നും അതുപോലെ തന്നെ ഫെറാറി ആൻഡ്രൂ ന്യൂയിക്ക് ഒരു ഓഫർ ചെയ്തിട്ടുണ്ടെന്നാണ്. അതുപോലെ തന്നെ ആസ്റ്റൺ മാർട്ടിൻ്റെ സ്ട്രോളും ആൻഡ്രൂ ന്യൂയെ ഒരു ഓഫറുമായിട്ട് സമീപിച്ചിട്ടുണ്ടെന്നാണ് കിട്ടുന്ന റൂമേഴ്സ്. ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 2025 റെഡ് ബുള്ളിൻ്റെ ടെക്നിക്കൽ ഗ്രൂപ്പിൽ നിന്ന് ആൻഡ്രൂ ന്യൂയി ലീവ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ്രൂ ന്യൂയി റെഡ് ബുള്ളിൻ്റെ കൂടെയുള്ള ഇനിയുള്ള ടൈം പീരീഡിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് റെഡ് ബുള്ളിൻ്റെ ആദ്യത്തെ റോഡ് ലീഗൽ ഹൈപ്പർ കാറായ RB7 പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിലായിരിക്കും. അതുപോലെ തന്നെ ആൻഡ്രൂ ന്യൂയി ഇല്ലാത്ത റെഡ് ബുൾ ടീം എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. ആൻഡ്രൂ ന്യൂയി റെഡ് ബുള്ളിൽ നിന്ന് ലീവ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് ടോട്ടോ വുൾഫ് ആയിരിക്കും. ആൻഡ്രൂ ന്യൂയി റെഡ് ബുള്ളിൽ നിന്ന് ലീവ് ചെയ്യുന്ന സാഹചര്യത്തിൽ മാക്സ് വെർസ്റ്റാപ്പനെ എങ്ങനെ മെർസിഡീസിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതായിരിക്കും ടോട്ടോ വുൾഫ് ഇപ്പോൾ ചിന്തിക്കുന്നത്. സോ നിങ്ങൾക്ക് ആൻഡ്രൂ ന്യൂയി ഏത് ടീം കാണാനാണ് ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യുക. അതോ ആൻഡ്രൂ ന്യൂയി റിട്ടയർ ചെയ്യുമോ, എന്താണ് നിങ്ങളുടെ തോട്ട്സ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. So see you in the next video. Until then, bye.